രാജ്യത്താദ്യമായി ഇവിടെ ഒരു ഹേമ കമ്മിറ്റി നിയോഗിച്ച് സിനിമാ രംഗത്തെ പ്രശ്നങ്ങൾ പഠിച്ചു. റിപ്പോർട്ട് വന്നു. 4 വനിതകളടക്കം IAS IPS ഉദ്യോഗസ്ഥരെ നിയമിച്ചു. ഇത്തരം ചരിത്രപരമായ നടപടിയെടുത്ത സർക്കാർ ഇത്തരം ഒരു ധാർമ്മിക പ്രശ്നത്തിൽ ഒരു നിലപാടെടുക്കാത്തതെന്നാണ്. ഇത് ധാർമ്മിക പ്രശ്നമല്ല എടുത്തത്. മുകേഷിൻ്റെ നേരെ ജാമ്യമില്ലാത്ത വകുപ്പ് വെച്ച് കേസ് രജിസ്റ്റർ ചെയ്തില്ലേ? ഞാൻ നിങ്ങളിപ്പോൾ പറയുന്നത് ആ കാര്യങ്ങളല്ല. നിങ്ങളിപ്പോൾ പറയുന്നത് വ്യത്യസ്തമായ കാര്യമാണ്. ഞാനതിനാ പറഞ്ഞത്, സിനിമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കർക്കശമായ നിലപാട് സ്വീകരിച്ചു. അത് സംരക്ഷിക്കാനും നല്ല നിലപാടാണ് സ്വീകരിക്കുന്നത്. ഒരു കാര്യം നമ്മളെല്ലാം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ കേരള സംസ്കാരത്തെയും കേരളത്തിൻ്റെ കലയെയും സിനിമയെയും അപകീർത്തിപ്പെടുത്തി സമൂഹത്തിൻ്റെ മുമ്പിൽ, ലോകത്തിൻ്റെ മുമ്പിൽ നമ്മെ ഇടിച്ചു താഴ്ത്തരുത്. അതേ അവസരം തെറ്റ് ചെയ്തവർക്കെതിരെ കർക്കശമായ നടപടി ഗവൺമെൻറ് സ്വീകരിക്കും. ഈ നിലപാടുകളാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ ഈ പറയുന്നതിന് മുൻപ് നിങ്ങൾ ചെയ്യേണ്ടത്, ഇതിനു മുമ്പ് 2 MLA ഇവിടെ കിടക്കല്ലേ? ഇത് 3ാമത്തെ പ്രശ്നമാണ്. അത് വേറെ വിഷയമാണ്. അത് നിയമസാമാജികരെന്നുള്ള നിലയിലുള്ള പ്രശ്നമാണ്. ഇപ്പോൾ സിനിമയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ശക്തമായ നടപടി സ്വീകരിച്ചു. ഇനി MLA എന്നുള്ള നിലയിലാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എല്ലാവർക്കും ഒരേപോലെ ബാധകമാണ്. ഇത് വഴി ഞാനിപ്പോൾ നിങ്ങളുടെ രാജിയുടേതല്ലല്ലോ ഇപ്പോഴത്തെ പ്രശ്നം. അല്ല, അത് നിങ്ങൾ രാജിയാണ് നിങ്ങൾ ഉന്നയിക്കുന്നതെങ്കിൽ നിങ്ങൾ ആദ്യം ഉന്നയിക്കേണ്ടത്, നിങ്ങൾ രാജിയാണ് ഒരു MLA ചെയ്ത തെറ്റിൻ്റെ മേലെ സ്വീകരിക്കേണ്ടതെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇതിന് മുൻപുണ്ടായിട്ടുള്ള 2 MLA രാജിവെക്കണം എന്ന വാദം നിങ്ങൾ ഉന്നയിക്കാതെ അത് മറച്ചു വെച്ച് അല്ല, രണ്ടും രണ്ടല്ല. ഇത് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലല്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അതിൻ്റെ അടിസ്ഥാനത്തിലല്ല ഇപ്പോൾ കേസ്, വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തന്നെ കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിലപാട് സ്വീകരിച്ചത് കൊണ്ടാണ്. ആ കമ്മിറ്റി മുമ്പാകെ തന്നെ 2 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, തുറന്ന് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് സ്ത്രീകൾ, നടിമാർ. അതോടൊപ്പം തന്നെ ചിലർ ഇത് വെളിപ്പെടുത്താൻ പാടില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഹേമ കമ്മിറ്റിയിൽ തന്നെ എഴുതി വെച്ചു, ഇതങ്ങനെ വെളിപ്പെടുത്തരുത്. ഇത് ഒരാളുടെ സ്വകാര്യ ജീവിതത്തെ ബാധിക്കുന്നതാണ്, തകർക്കുന്നതാണ്. കോടതിയുടെ നടപടികളുണ്ടായി. ഇനിയും കോടതിയുടെ നടപടികൾ വരട്ടെ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി നടപടികൾക്കനുസരിച്ച് ആവശ്യമായ നടപടികൾ കൈക്കൊള്ളും. ഒന്ന്. രണ്ടാമത്തത്, കേരളത്തിൻ്റെ ചരിത്രത്തിൽ MLA പ്രശ്നമാണെങ്കിൽ എല്ലാ MLA ഈ നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ ബാധകമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും ശരിയായിട്ടുള്ള നിലപാട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് സ്വീകരിക്കും. അത് അല്ല, നിങ്ങൾ ആദ്യം പറയേണ്ടത് ഇതാണോ? നിങ്ങളെന്താ പറയാത്തത്? നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കാര്യം ഈ ഇരയെ രക്ഷിക്കാനല്ല, വേട്ടക്കാരനോടൊപ്പമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എന്തുകൊണ്ട് നിങ്ങൾ ഇതിന് മുമ്പ് 2, ഇത് 3ാമത്തത്, 2 അങ്ങ് രാജിവെച്ചാൽ 3ാമത്തെ രാജിയാവും.